അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഉസ്താദിൻ്റെ ഭാര്യ സമീറയുടെ പ്രസവം സുഖസുന്ദരമായി കഴിഞ്ഞു. പുത്തൻവീട് തറവാട്ടിൽ വല്ലാത്തൊരു സന്തോഷം കളിയാടി. എന്നാൽ ഐഷമ്മ പറഞ്ഞു, പടച്ച റബ്ബേ, ഈ ഒരു സന്തോഷം എന്നും നിലനിർത്തി തരണേ അല്ലാ. എന്നാൽ ഈ സമയം അതാ കുഞ്ഞുങ്ങളുടെ കരച്ചിലും എല്ലാവരുടെയും സന്തോഷം കൊണ്ട് ആ വീട്ടിൽ വല്ലാത്തൊരു സൗഭാഗ്യമുള്ളതുപോലെയായി. എന്തെന്നറിയില്ല, വല്ലാത്തൊരു റഹ്മത്തും ബർക്കത്തും ഇറങ്ങിയ പോലെ തന്നെ ഉസ്താദ് വളരെയധികം സന്തോഷിച്ചു. എന്നാൽ ഐഷു ആണെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ട സന്തോഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. അതെ, രണ്ട് കുഞ്ഞുങ്ങളെയും അവൾ മാറി മാറി നോക്കി. എന്നാൽ അങ്ങനെയതാ ഐഷുമ്മയും സമീറയും രണ്ട് കുഞ്ഞുങ്ങളെയും മടിയിൽ വെച്ചിരിക്കുന്ന സമയത്ത് ഉസ്താദ് അങ്ങോട്ട് ചെന്നു. ഐഷു മോളെ, ഉപ്പച്ചി, ഈ രണ്ട് വാവയും നമ്മളിതാണോ? ഒരു വാവയെ ആരെങ്കിലും കൊണ്ടുപോവോ? ഇല്ല മോളെ, രണ്ട് മോൾഡ് തന്നെയാണ് കേട്ടോ. സ്നേഹത്തോടെ ആ പിതാവ് അവളോട് പറഞ്ഞു. ഐഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉപ്പച്ചി, രണ്ട് വാവയെ എനിക്ക് തരുമോ? ആ മോളെ, നമുക്കുള്ളത് തന്നെയാണ് രണ്ട് വാവകളും. അങ്ങനെ ഏതാ അവൾ രണ്ട് കുഞ്ഞുങ്ങളുടെ നെറ്റിയിലും ഉമ്മ കൊടുക്കുന്നു. ഐഷുമ്മ പറഞ്ഞു, മോളെ, മോളുടെ കുട്ടികളാണ് കേട്ടോ, ഉമ്മമ്മ എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇല്ല, സത്യം പറഞ്ഞാൽ ഐഷുവിന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. രണ്ട് സുന്ദര കുട്ടപ്പന്മാർ ഒന്ന് ഉമ്മയുടെ മടിയിലും ഒന്ന് ഉമ്മച്ചിയുടെ മടിയിലുമായിട്ട് കിടക്കുകയാണ്. എന്നാൽ റുക്യാത്ത് പറഞ്ഞു, പൊന്നാരൻ്റെ ഐഷുവോ, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലേനു. എന്തൊക്കെ തന്നെയാലും വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിന് സുഖസുന്ദരമായി ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞിക്കണ്. എന്താല്ലേ പടച്ച റബ്ബിൻ്റെ, നമ്മൾ ദുആ ചെയ്താൽ പടച്ച റബ്ബ് സ്വീകരിക്കുമെന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണിത്. നല്ലോണം ഹൃദയം പൊട്ടിയാണ് ദുആ ചെയ്താലേ ഏത് വാതിലുകളും തുറക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഡോക്ടർ പറഞ്ഞിനല്ലോ ഓപ്പറേഷൻ വേണം എന്നൊക്കെ ഉള്ളത്, സുഖപ്രസവം നടക്കൂല എന്നുള്ള കാര്യമൊക്കെ ആയിരുന്നല്ലോ ഡോക്ടർമാർ പറഞ്ഞിൻ്റെത്. ഇപ്പോൾ അവിടെ ചെന്നൊക്കെയാണെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റൂല, സുഖപ്രസവം ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് കുട്ടികളായതുകൊണ്ട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റും, ഒരാളെ ബാക്കി ഉണ്ടാവുള്ളൂ, ഒന്നെങ്കിൽ ഉമ്മ ഒന്നെങ്കിൽ കുട്ടി, അല്ലെങ്കിൽ രണ്ട് കുട്ടികളെയും കിട്ടൂല, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഓരോണ്ട് പേടിപ്പിക്കും. പിന്നെ ഇപ്പം നമ്മൾ എന്താട്ടും, വേഗം അങ്ങോട്ട് ഓപ്പറേഷത്തിനാണ്ട് ഒപ്പിട്ടെടുക്കും, പിന്നെ ആണ്ട് കീറിയെടുക്കൽ തന്നെ ആയിരിക്കും. ഇതാണ് അവസ്ഥ. ഏതായാലും പടച്ച റബ്ബ് കാത്തു. കൃത്യസമയത്ത് ഇന്നെ വിളിച്ചതുകൊണ്ടും ഞാൻ ഇവിടെ എത്തിയതുകൊണ്ടും അതുകൊണ്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിക്ക് പോകില്ലേനോ? ആടേ, പിന്നെ സമീറ പറഞ്ഞു എന്നെക്കൊണ്ട് ഉമ്മ പോകാൻ കഴിയൂല പറഞ്ഞവൻ്റെ രക്ഷയില്ലല്ലോ. ഏതായാലും വല്ലാത്തൊരു സന്തോഷം തന്നെ. പുത്തൻവീട് തറവാട്ടിലേക്ക് അതാ ഓരോ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രസവത്തിനെ കുറിച്ച് ചോദിച്ചിട്ടും അന്വേഷിച്ചിട്ടും അങ്ങനെ എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുകയാണ്. ശരിക്കും അത്ഭുതം കൊണ്ട്. എടി, എന്നാലും അത്ഭുതം തന്നെയല്ലേ, ആ പെണ്ണിന് തൈറോയിഡ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേനോ. എന്നാൽ ജമീലത്താത്തയുടെ വീട്ടിലും ഈ വിഷയം അറിഞ്ഞു കുട്ടികളുടെ കരച്ചിൽ കേൾക്കലും ഒച്ചപ്പാടും എല്ലാം കൂടി ആയപ്പോൾ ജമീലത്താത്ത പതുക്കെ പറഞ്ഞു, ഐഷുവോ, ഐഷുവോ, ജമീല അങ്ങോട്ട് കയറിക്കടി, എന്നാ അങ്ങോട്ട് പോര്. മാഷാ അല്ലാ. എന്നാ വന്നപ്പോൾ തന്നെ അതാ ഐഷുമ്മ അവർക്ക് ഭക്ഷണം കൊടുത്തു. അതേ, നമ്മളോട് കുട്ടികളുണ്ടായിക്കണ്. കുട്ടിയാളോ? അല്ല, ഇപ്പോൾ ആടി എൻ്റെ ഇവളെ ഷെമി പറ്റിക്കണ്. ഓൾക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ് ഉണ്ടായിക്കണത്. അല്ല, ആശുപത്രി പോയാൽ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടിനോ, ഓപ്പറേഷൻ വേണം, തൈറോയിഡാണ്, തടിയോണ്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിനോ. അല്ലടി, എന്ത് ഓപ്പറേഷൻ തന്നെ? പൊന്നാനുണ്ട് ജമീല, എന്നോട് എനിക്ക് പറയാൻ, അതായത് നല്ല മട്ടത്തിൽ റാഹത്തോട് കൂടി മാഷാ അല്ലാ ഇവിടുന്ന് പറ്റക്കണ്. ശരിക്കും ജമീലത്താത്ത അത്ഭുതപ്പെടുകയാണ്. ലാ ഹൗല വലാ, എന്തപ്പോൾ ഞാനീ കേൾക്കണ ഈ കാലത്തും പെരീന്ന് പെറേ. അതിനിപ്പോൾ എന്താ, പെരീന്നായാലും അവിടുന്നായാലും നമ്മൾ വേദന സഹിക്കാതെ നമ്മൾ സഹിക്കണം. ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ഓല് സഹിക്കൂലല്ലോ വേദന. നമുക്കുള്ളത് നമ്മൾ തന്നെ, അത് പെരീന്നായാലും അവിടുന്നായാലും. അവിടെ ആകുമ്പോൾ എക്സ്ട്രാ ഒരു വേദന കൂടുതലുണ്ടാവും. കാരണം എന്താ, കുട്ടി വരാൻ വേണ്ടി ഒരു കത്തിയിട്ടൊരു കയറലുണ്ട് അവൾക്ക്. ഇവിടെ അതില്ല, നല്ല മട്ടത്തിന് പഠിച്ചോൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഒക്കെ അയക്കണത്. അങ്ങനെ തന്നെ അല്ലേ പണ്ടത്തെ കാലത്ത്. ഇപ്പല്ലേ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയതും അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു വെട്ടലും അതിൻ്റെ തുന്നിൻ്റെ വേദന അത് വേറെ സഹിക്കണം ഒക്കെപ്പാട്. ഏതായാലും അൽഹംദുലില്ലാ കുഴപ്പം. എടീ, രണ്ട് കുട്ടികളാ?
അത് രണ്ട് കുട്ടികളും ആദ്യമേ പറഞ്ഞല്ലോ, കുഴപ്പമൊന്നുമില്ലേക്കില്ലേ കുട്ടികൾക്ക്, എന്ത് കുഴപ്പം, അൽഹംദുലില്ലാ ഇന്ന് ഒരു കുഴപ്പമില്ല, ഒന്ന് കാണിച്ചോ കാണിക്കാനേ. ആയിക്കോട്ടെ, ഓള് പാല് കൊടുക്കണം, ഞാൻ പറയട്ടോ. എന്നാൽ അപ്പോഴേക്കും അതാ ജമീലത്താത്ത എത്തിയത് കൊണ്ട് തന്നെ ജമീലത്താത്തക്ക് വല്ലാത്ത പൊറുതിയേട്. ഓല് മച്ചാന്ന് പറഞ്ഞു ഒഴിവാക്കിക്കീനപ്പം പറഞ്ഞോളെ. എന്തേനെ നാസറും റായിനും ഷെറീനും കൂടി ഓളങ്ങട്ട് വെച്ചക്കൂലേനോ എടങ്ങാറാക്കിയിരുന്നു ആ പെണ്ണിനെ. ഇപ്പം എന്തൊക്കെ തന്നെയാലും മനസ്സിലായില്ലേ, ഇതാണ് പറഞ്ഞത് ആരുമില്ലാത്തവർക്ക് പഠിച്ചോണ്ടാവും എന്നുള്ളത്. ഇപ്പം കണ്ട് എന്തൊക്കെയായിരുന്നു. എൻ്റെ പൊന്നാരൻ്റെ ആയിഷുവോ എന്നോട് പറയാൻ എന്തായിരുന്നു ഓളവിടുന്ന് കഴിച്ചിലായത് നന്നായി, അല്ലെങ്കിൽ ഇപ്പോഴും അയാൾ ഇടിയും കുത്തും ആ പെങ്ങന്മാർ ചീത്ത പറിച്ചിലും എല്ലാം കൂടി കേട്ടിട്ട് ഇടങ്ങാറായിരുന്നു. ഏതായാലും ആ കുട്ടി കഴിച്ചിലായി തന്നെയാണ്. എടി നമുക്ക് പഠിച്ചറപ്പോൾ ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവുമല്ലോ, പിന്നെ ഓള് ക്ഷമിച്ച് കുറേ അവിടെ നിന്നീലേ, വല്ലാത്തൊരു തന്നെ. എന്നാൽ ഷമ്മാസ് അപ്പോഴെല്ലാം ഓർത്തത് മറ്റൊരു കാര്യമായിരുന്നു. റബ്ബേ, അതെ അവിടുന്ന് കിട്ടിയ ആ ഒരു സ്വർണവുമായി നേരെ അത് ഇവിടെ കൊണ്ടുവന്ന് തന്നത്, അതിലൊരുപാട് നന്ദിയുണ്ടായിരുന്നു. ഉമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം റാഹിലയും ഷെറീനയും മോഷ്ടിച്ചതിനെ തുടർന്ന് ഷമ്മാസ് ആകപ്പാടെ ടെൻഷനിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവരിങ്ങോട്ട് കൊണ്ടുവന്നത് ആ ഒരു കാഴ്ച. പക്ഷെ അതിൽ ആ 9-10 പവൻ്റെ മാല മാത്രമാണ് ഷമ്മാസ് കടയിൽ നിന്ന് തിരിച്ചു വാങ്ങിയത്. എന്തൊക്കെ തന്നെയായാലും പഠിച്ചോനെ നീ കാത്തു. എന്നാലും ആ ക്ഷമിത്ത പാവാണ് അവർ. ഒരു അണുമണി തൂക്കം അതിൽ നിന്ന് സ്വർണം അവരെടുത്തിട്ടില്ല. അത്രക്കും നല്ല മനുഷ്യ സ്ത്രീയാണ് അവർ. പഠിച്ചവനെ അല്ല, അവരുടെ മനസ്സ് പോലെ നീ എല്ലാം റാഹത്താക്കി തന്നല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. ശരിക്കും ഷമ്മാസ് അതും വിചാരിച്ചു. എന്തെന്നറിയില്ല, പുത്തൻ വീട് തറവാട്ടിൽ വല്ലാത്തൊരു സന്തോഷം. ഐഷുമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ. പെറ്റ് 7ാമത്തെ ദിവസം തന്നെ നമുക്ക് മുടി കളയണം, പിന്നെ പോത്തിനറക്കണം, എല്ലാവരും വിളിച്ച് ഫുഡ് കൊടുക്കണം, ഭക്ഷണമൊക്കെ നല്ല മട്ടത്തിൽ ഉണ്ടാക്കണം. ഐഷുമ്മയുടെ മനസ്സിലെ ചിന്തകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമക്കളുടെ ആ കരച്ചിൽ പോരാത്തതിന് നുസൈബയുടെ കുഞ്ഞിൻ്റെയും അതുപോലെ സൗദിയുടെ കുഞ്ഞിൻ്റെയും ആ കരച്ചിലും എല്ലാം കൂടി ആ പുത്തൻ വീട് തറവാട് ഇളകി മറിയുന്ന പോലെയായിരുന്നു. എന്തെന്നറിയില്ല, ഐഷുമ്മക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷേ അതിനിടയിൽ അതാ സമീറയുടെ കാര്യം ഐഷുമ്മ മറന്നില്ല. ഐഷുമ്മ ഓടിപ്പായുകയാണ് കുഞ്ഞുങ്ങളുടെ അടുത്തേക്കും മറ്റിടത്തേക്കൊക്കെ ആയിട്ട്. അതിനിടയിൽ സൗദക്ക് കുട്ടികളുടെ കരച്ചിലെല്ലാം കേട്ട് ആകപ്പാടൊരു ദേഷ്യം വരുന്ന രീതിയിലാണ്. എന്താണിത്, ചെവി പൊത്തി പിടിക്കേണ്ടി വരും. എന്താ ഇവിടെ ഹോസ്പിറ്റലോ? ഇവിടെ എന്താ ഗവൺമെൻറ് ഹോസ്പിറ്റലാ? ഇവിടെ ഇത്രമാത്രം കുട്ടികളെ കരച്ചിൽ എനിക്ക് ദേഷ്യം വരികയാണ്. ശരിക്കും അവൾക്ക് എന്തെന്നില്ലാത്തൊരു ദേഷ്യം. അല്ലെങ്കിലും കണ്ടവരൊക്കെ ഇവിടെ വന്ന് പ്രസവിപ്പിക്കണമെന്ന് ഉമ്മാക്ക് വലിയൊരു നിർബന്ധമാണ്. എന്താന്നാവോ അത്, വല്ലാത്തൊരു പുതുമ തന്നെയാണ്. എന്നാൽ അതിനിടയിൽ ഐഷുമ്മ സൗദിയുടെ അടുത്തും പോകാൻ മറന്നില്ല. സൗദ, എന്താ ഈ ചോറ് ഞാൻ ഇവിടെ കൊടുന്ന് വെച്ച് ഇതുവരെ തിന്നിട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല വേണ്ട എന്നുള്ളത്, പിന്നെ എന്തിനാ എടുത്തുകൊണ്ടേക്കുള്ളൂ, എനിക്ക് വേണ്ട. എന്നാൽ അവൾ കഴിക്കാത്തതിൽ വല്ലാത്ത സങ്കടമായിരുന്നു ഐഷുമ്മക്ക്. പൊന്നാരൻ്റെ സൗദ, ജന്നത്തിനോട് ഇത് കാട്ടണ്ടില്ലേ? അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് മണ്ടി എനിക്കുള്ള ചോറ് ഇവിടെ കൊടുന്ന് വെച്ചുകാണ്ട് ഒന്ന് എനിക്കാണ്ട് തിന്നൂടേന്. എൻ്റെ പൊന്നാര മോളജ് എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ഇടങ്ങാറാക്കണേ? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഞാൻ അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ ഓളെ പ്രസവവും കാര്യങ്ങളായപ്പോൾ ബേജാറായി, അത് മറന്നു. അല്ലെങ്കിലും ഉമ്മാക്ക് ഓലൊക്കെയാണല്ലോ വലുത്. ഞാൻ ഇവിടെ കിടക്കുന്ന കാര്യമൊന്നും ഉമ്മാക്ക് ഓർമ്മ തന്നെയല്ലോ. പൊന്നാരൻ്റെ സൗദ, എൻ്റെ മുമ്പിലല്ലേ ഞാൻ ഈ ചോറും കൂട്ടാനും എല്ലാം കൊടുന്ന് വെച്ചിരിക്കണത്. ഇജ്ജ് തിന്നീലല്ലോ അതില്ലേ? എനിക്ക് വല്ലാത്ത ഇടങ്ങാറുണ്ടായില്ലേ, എനിക്ക് ജ്യൂസ് മതി. ശരിക്കും അതാ സൗദിയുടെ ആ ഒരു വാക്ക് കേട്ട് ഐഷുമാക്ക് ദേഷ്യമാണ് വന്നത്. ഒരു പെണ്ണവിടെ പെറ്റ് കിടക്കുന്നുണ്ട്, അതിനെന്താ നോക്കട്ടെ. ഈ ജ്യൂസും വെള്ളവും ചായ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും എനിക്ക് ഉണ്ടാക്കി കുടിക്കുക, ചോറ് കൊടുത്തെന്നാൽ എനിക്ക് പറ്റിയില്ല. ഞാൻ ഫ്രിഡ്ജിലുണ്ട് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ്, എന്താ വെച്ചാൽ മാണ്ടിയത് അതെണ്ണം മുറിച്ച് കാണ്ട് മിക്സി ഇട്ട് കണ്ട് അടിച്ചാണ് കുടിച്ചുകൂട്. അല്ലാതെ ഇപ്പം എന്താ കാട്ടുക? ഇതിങ്ങനെ ചെറിയ കുട്ടികളുമായി ഇങ്ങനെ മുന്നിക്ക് കൊടുന്നിരാൻ അത്രക്കും സുഖമില്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഒന്ന് നീച്ചൊക്കെ നടന്നിട്ട് ഒന്നും പറ്റൂല, എന്നെക്കൊണ്ട് കഴിയൂല. എനിക്ക് മിക്സി ഒന്നും അതിന് ശരിക്കും അറിയൊന്നുമില്ല. എന്നാൽ പിന്നെ അവിടെ നിൽക്ക്, കുറച്ച് പച്ചവെള്ളമാണ് വലിച്ചാണ് കുടിച്ചാളാ, അതേപ്പോൾ നടക്കുള്ളൂ. ആ ചോറ് കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങാറ്. ഈ ചോറൊക്കെ ഇച്ചൽക്ക് ഇവിടെ ഒന്ന് മൂടി വെച്ചൂടേനാ, അല്ലെ ആ കോഴിക്കെങ്കിലും ഒന്നത് കൊടുക്കേനോ? വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇജ്ജ് കാട്ടണ എൻ്റെ സൗദജി, ഇടങ്ങാറാക്കല്ലേ മനുഷ്യനെ. ആ കുട്ടികളവിടെ നിർവഹിച്ചിട്ട് ഉമ്മ ആ കുട്ടികൾ നിങ്ങൾ പുറത്താക്കിക്കൂടെ? ഇവിടെ എന്തോ ഒരു ഒച്ചപ്പാടുന്ന കുട്ടികൾ, എനിക്ക് ഇഷ്ടം തന്നെയല്ലേ ചെറിയ കുട്ടികളെ ഒച്ച. എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കുട്ടീനെ വരെ നോക്കണില്ലല്ലോ അല്ലേ?
എന്ത് കാര്യത്തിന് ഞാൻ കൊണ്ടാക്കി തരാം, അതന്നെ കാര്യം നല്ലത്. എനിക്ക് ഇവിടെ കുട്ടികളെ ഒച്ചപ്പാടും പറ്റൂല, തരുന്ന ചോറും തിന്നൂല, നീച്ച് നടക്കൂല, എല്ലതും എൻ്റെ ഒരാൾ തിരുമ്പാളെ വരെ കഴിച്ചിട്ട് കൊടുക്കണം നുസിക്ക്. പാവം ആ പെണ്ണ് അത് ഇങ്ങനെ തിരുമ്പാനും ഇതാക്കാനും നടക്കുക. എനിക്കൊന്ന് അത് വാഷിംഗ് മെഷീനിൽ ഇടാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. മേലെനിക്കൊന്നൊരു ചെയ്യാനോ ഒരു പണി ചെയ്യണമില്ല. ആ പെണ്ണ് എന്താ കാട്ടുക, പഠിച്ച് അത് കുട്ടികളെ നോക്കുക, പെരീത്ത് വെച്ചുണ്ടാക്കുക, എന്താ ചെയ്യുക. ഉമ്മന്തിനിപ്പോൾ ഈ സുഖമില്ലാത്തടത്തൊക്കെ ആ താത്താനെയും കുട്ടികളൊക്കെ ഇങ്ങോട്ട് കൊടുന്നത്. അത് ഇവിടുന്ന് ഞാൻ കെട്ടിച്ച് വിട്ടു, എൻ്റെ മോളെപ്പോലെയാണ്. അപ്പോൾ ഓളെ ഞാൻ നല്ലോണം നോക്കും. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ സൗദ. ഉമ്മാക്ക് അല്ലെങ്കിൽ ആദ്യത്തെ പോലെ ഒന്നല്ല, എന്നോട് തീരെ സ്നേഹമല്ല. ഞാൻ ഉമ്മാനെ എത്ര സ്നേഹിച്ചിരുന്നു, ഉമ്മാക്ക് എന്നോട് തീരെ സ്നേഹമല്ല. എന്നോട് സ്നേഹം കൂടിയ കേടാണ് എനിക്ക്. ഇത്രമാത്രം ഒരു അമ്മായിമാരും മരുക്കളെ സ്നേഹിക്കരുത്. കുറച്ച് തലയിൽ കയറ്റിപ്പോയി ഞാൻ. എൻ്റെ നവാസിൻ്റെ പെണ്ണുങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല മട്ടത്തിലാണ്. അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന കേടാ തന്നെയാണ്. എനിക്ക് എല്ലാവരും നല്ല മട്ടത്തിൽ ഞാൻ നോക്കും, എന്നാലും ഓലിൻ്റെ തലയിൽ കയറി കൊത്തും. ഇതേ അവസ്ഥ. എന്നാൽ ഈ 5 കാട്ടിനെ പോലെ ഒന്നും ആരും കാട്ടിയില്ല എന്നാണ് തോന്നുന്നത്. എത്ര നേരമായ ചോറ് അവിടെ വിളമ്പി വെച്ചിട്ട് അത് തിന്നില്ലല്ലോ അല്ലേ. എനിക്ക് തലകർക്കോ പട്ടിണി കിടക്കലോ എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ഇനിയിപ്പോൾ എന്നെ വലിച്ചേറ്റ് ആശുപത്രിക്ക് പോകണ്ടേ. അപ്പോഴും ഈ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. എൻ്റെ പെറ്റ് തള്ള ജയിലിലല്ലേ. അപ്പോൾ അല്ലാത്തൊരു പുതുമനെ ഇമ്മട്ടൊന്നും കടുപ്പം കാട്ടാൻ പാടില്ല കേട്ടജ്. ഉമ്മാക്കല്ലെങ്കിലും എന്നോട് സ്നേഹം കുറഞ്ഞു വരികയാണ്. ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും ആയിക്കൊണ്ട്. നമുക്ക് മടുത്തിക്കണ ജീവിതം. എന്നാൽ ഐഷുമ്മക്ക് ദേഷ്യമാണ് വന്നത്. എനിക്ക് അടിൻ്റെ കുറവാണ്, നല്ല അടിൻ്റെ. എനിക്ക് ഒന്നും ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ച് വേറെ പലതും ചിന്തിക്കണത്. ഈമ ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് അതൊക്കെ. ഈമ ഉള്ള ഒരാൾക്കും ഇങ്ങനെ പറയാൻ പറ്റൂല. ആയിക്കോട്ടെ, ഞാൻ എന്തേലും ചെയ്തുകൊണ്ട്, ഞാൻ മരിച്ചോണ്ട് എനിക്കിവിടെ ജീവിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. ഇജങ്ങനെ പറഞ്ഞാൽ ചെന്നോ. എൻ്റെ വിചാരണ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ നല്ല സുഖമായി എന്നോട് സ്വർഗത്ത് കയറ്റി കൊണ്ടുവന്നു. പിന്നെ കാലാകാലം അതേപോലെ കരഞ്ഞ് മരിച്ച ആ ഒരു ഖിയാമത്ത് നാൾ അടുക്കോളം തൂങ്ങി മരിച്ചാണെങ്കിൽ തൂങ്ങിക്കൊണ്ട് തന്നെ നിൽക്കും, വിഷം കഴിക്കുകയാണെങ്കിൽ വിഷം കുടിച്ചുകൊണ്ട് തന്നെ നിൽക്കും. ആ ഒരു ഇടങ്ങാറായിരിക്കും എനിക്ക് എപ്പോഴും അതെല്ലാം ആഗ്രഹിച്ചതെന്ന് പറഞ്ഞിട്ട്. അതൊരിക്കലും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാൻ പാടില്ല. ഈമാൻ പോണ പ്രവൃത്തിയാണ് അതൊക്കെ. എന്തിൻ്റെ കേടാ എനിക്ക്. ശരിക്കും ഐഷുമ്മ അങ്ങനെ അവളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ റുക്കിയാത്ത് അങ്ങോട്ട് വന്നു. ഐഷുവോ ഇവിടെ വന്നാ? എന്തിയേ? അതെ, ഈ സെമീറാക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മ ഇട്ടൂലേക്കാരം. ഞാൻ 2 ദിവസം ഇവിടെ നിന്നോളാം, എന്നാലും കുഴപ്പമില്ല. ഓളെ കാര്യം ഞാൻ കുറച്ച് നോക്കിക്കോളാം. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം എനിക്കിപ്പോൾ ഇവലെ നോക്കണം, ഓളെ നോക്കണം, അത് കുഴപ്പമില്ല. അല്ലേ, എനിക്കിപ്പോൾ ഒരു പാർപ്പേരത്തിനെ കിട്ടണമെന്നുണ്ടായിരുന്നു പെരയിൽ നിൽക്കാനേ. മറ്റേതിപ്പോൾ നുസീബിനെ കൊണ്ട് എല്ലാം കൂടി എടുപ്പിച്ചാൻ പറ്റില്ല. പറ്റുമോ ഇവർ നല്ല മട്ടത്തിൽ സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരാൾ വെച്ചുണ്ടാക്കലും ഒരാൾ ക്ലീനിങ്ങും അങ്ങനെയൊക്കെ പറ്റി. ഇതിപ്പോൾ ഒരാളും ഇവിടെ പെറ്റെടുക്കണമാതിരി കെടുക്കുന്നല്ലേ, നീച്ചാൽ വയ്യല്ലോ. അപ്പോൾ അതിനുള്ളത് ഒരുക്കണം, ഓരോ ഡ്രസ്സ് തിരുമ്പണം, അങ്ങനെ കുറേ അതുണ്ടല്ലോ. പൊന്നാർ എന്നാൽ 2 ദിവസം ഇവിടെ നിൽക്ക്, അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാം കേട്ടാ. റുക്കിയാത്ത കാര്യം മേഷനും പ്രദൂഷണവും ഒക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്, ഒരുപാട് നന്നായിട്ടുണ്ട്. പഴയ പോലെ ഒന്നല്ല ഇപ്പം അങ്ങനെ ഏഷ്യനും പ്രദൂഷണവും പറഞ്ഞൊന്നും നടക്കണില്ല. പിന്നെ കഴിഞ്ഞ നുസൈബാൻ്റെ പ്രസവത്തിന് തന്നെ വളമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നല്ല സന്തോഷം വയ്ക്കണം മുപ്പത്തിയാർക്ക്. അത് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം വയ്ക്കണം അവർക്ക്. പുത്തൻ വീട് തറവാട്ടിൽ പതുക്കെ സമാധാനം മടങ്ങിയെത്തുകയായിരുന്നു. ഇടയ്ക്കിടെ കേൾക്കുന്ന ഇരട്ട കുഞ്ഞുങ്ങളുടെ മൃദുവായ കരച്ചിൽ ആ വീടിനെ സ്വർഗമാക്കിയിരുന്നു, ജീവൻ നിറച്ചിരുന്നു. സമീറ ക്ഷീണിതയായിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകളിൽ ഉറക്കമുണ്ടായിരുന്നില്ല. 2 കുഞ്ഞുങ്ങളെയും മാറി മാറി നോക്കുകയായിരുന്നു അവൾ. ഓരോ തവണയും അവരുടെ ചെറിയ വിരലുകൾ അവളുടെ കയ്യിൽ അവളുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. റുക്കിയാത്ത സ്നേഹത്തോടെ അവളുടെ അരികിലിരുന്നു. മോളെ, ഇനി കുറച്ച് വിശ്രമിക്കണം ട്ടാ. പ്രസവശേഷേ ശരീരത്തിന് ശക്തി തിരികെ കിട്ടാനേ സമയം വേണം. അത് 90 ആവോളം തന്നെയാണ് എൻ്റെ കണക്ക്. നമ്മളെ നാടിൻ നിരമ്പും ഒക്കെപ്പാട് ഈ പ്രസവത്തോട് കൂടി. കാരണം ഒരു കുട്ടിനെ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും, ഹൃദയത്തിന് വരെ. അപ്പം അതൊക്കെ ഒന്ന് നേരാകാൻ ഒരു 90 ദിവസം, അതാണ് അതിൻ്റെ കണക്ക്. നല്ലോ റെസ്റ്റ് എടുക്കണം. ചിലോലിതാ ഒരു 10-15 ദിവസം ആയത്തന്നെ നീച്ച് പണിയെടുക്കൽ തുടങ്ങും. അങ്ങനെ ആയാലും എന്താന്ന് ഞമ്മക്ക് തന്നെ അതിൻ്റെ കേട്. പിന്നെ ഊരവേദന, കാലുവേദന, അത് ഇതെന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ. ഞാൻ എല്ലാവരോടും അതന്നെയാണ് പറയല്, മോളെ കുറച്ച് നമ്മുടെ ശരീരം ശ്രദ്ധിക്കണം. എന്നാൽ സമീറ പതുക്കെ പുഞ്ചിരിച്ചു. മോളെ, കയ്യും കാലും നീട്ടുന്ന കിടന്ന ഉറങ്ങാൻ തോന്നുന്നില്ല റുക്കിയാത്ത. ഇവർ നോക്കിയിരിക്കാനാണ് മനസ്സ് തോന്നിക്കുന്നത്. സത്യമായിട്ടും എനിക്ക്
മോളെ ഞാൻ ഇവിടെ നിന്നോളാം, മോൾ ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ എന്നോട് ഐഷു പറഞ്ഞേക്കണ് 2 ദിവസം ഇവിടെ നിന്ന് റുക്കിയാന്ന് പറഞ്ഞേക്കണ്. എനിക്കിപ്പോൾ വേറെ പെരി വലിയ കാറുകാരൊന്നും ഇല്ലല്ലോ. അവിടെ ഇപ്പോൾ എൻ്റെ മരുവളും കുട്ടികളും ഓലൊക്കെ അങ്ങനെ കഴിയട്ടെ. എനിക്കിപ്പോൾ ഇവരെന്ന് വെച്ചാലേ എനിക്ക് അങ്ങനെ എനിക്ക് ഒന്നാമത് ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാര്യം ഒന്നുമല്ല. അതായത് എന്താ നുസൈബ ഇവിടെ പെറ്റിരുന്ന നേരത്തെ പോലെ എന്നെ നല്ല എനിക്ക് ഹെൽപ്പ് ചെയ്തേക്കണേ. അന്ന് എനിക്ക് ഇവിടെ ഒക്കെ എൻ്റെ കൈമത്തി വള ഇതൊക്കെ അന്ന് ഷമ്മാസ് പോലെ പണ്ടെടുത്ത് കൂട്ടത്തിൽ എനിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ട് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പണിയെടുത്ത് കൊടുക്കാൻ എനിക്ക് ഒരു മടിയില്ല. ആയുഷ്മാൻ്റെ മനസ്സേ അങ്ങനെയാണ്. അപ്പോഴേക്കും ആയുഷ്മ അടുക്കളയിൽ നിന്ന് ഒരു ചെറിയ പാത്രവുമായി അകത്തേക്ക് വന്നു. പാത്രത്തിൽ ചൂടോടെ തയ്യാറാക്കിയ പ്രസവശേഷം കഴിക്കാൻ അനുയോജ്യമായ പോഷകസമൃദ്ധമായ ഭക്ഷണമായിരുന്നു. അവർ പാത്രം താഴെ വെച്ച് അതാ സമീറയുടെ അരികിലിരുന്നു. മോളെ ആദ്യം ഇത് കുറച്ച് കഴിച്ചോളി. ഉമ്മ എനിക്കിപ്പോൾ വിശപ്പില്ല. ആയുഷ്മ അവളുടെ നെറ്റിയിൽ തലോടി. അത് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞെ, ഇതേ എനിക്ക് ശക്തി ഉണ്ടായാലാണ് കുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ. ഈ 2 എനിക്ക് നോക്കണ്ടേ. ഇപ്പം എന്നെ നോക്കാനൊക്കെ എമ്പാടും ഞങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഈ കുട്ടികളെ നോക്കലൊക്കെ കുറച്ച് കഴിയുമ്പോൾ മണ്ടിപ്പാലൊക്കെ തുടങ്ങുമ്പോൾ എൻ്റെ കുട്ടിയെ കുറച്ച് ശരീരത്തിന് ആരോഗ്യമൊക്കെ മാണ്ടിരും. അതിനിത് കുടിച്ചാളി. ഉമ്മ സ്നേഹത്തോടെ തരുന്ന ആ ഒരു ഭക്ഷണം അവൾ കഴിക്കുവാൻ നിൽക്കുന്നു. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല 2 മക്കളെ നിനക്ക് തന്ന് നിന്നെ ഉമ്മയാക്കിയില്ലേ, അതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്താടി ദുനിയാവിലെ. ഒരു കുട്ടിനെ കിട്ടുക എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ എൻ്റെ തടിച്ച് കുറച്ച് കാക്കണം. ആ വാക്കുകൾ കേട്ട് സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, തനിക്ക് പെറ്റുമ്മയില്ല. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. ഉപ്പയുമില്ല. തന്നെ സ്നേഹിക്കാൻ ആരുമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയെ എനിക്ക് നൽകിയിരിക്കുന്നു. എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ഐഷുമ്മയുടെ സ്നേഹം അത് വല്ലാത്തതായിരുന്നു. അവൾ വിതുമ്പി. മോളെ എന്തിനാ കരയണത്? ഉമ്മ ഞാൻ കരയൊന്നും വേണ്ട. ഇജ്ജിൻ്റെ മോളാണ്, ഞാൻ എൻ്റെ ഉമ്മയാണ്. പിന്നെ ഇപ്പം എന്തിനാ കരയണത്? ഇജ്ജ് പഴയതൊന്നും ഓർക്കല്ലേ. അതൊക്കെ അവിടെ പോണ വഴിക്കാണ് പോയിക്കോട്ടെ. ഇജ്ജിപ്പോൾ അതൊന്നും ഓർക്കല്ലേ. മരൊട്ടിത് കുടിച്ചാളെ. എന്നാൽ ഐഷുമ്മയെ നോക്കി അവൾ വിതുമ്പുകയായിരുന്നു. എന്നാൽ ഐഷുമ്മ അതാ ചെറിയ ഉരുളകളാക്കി ഭക്ഷണം അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. ഉമ്മ അത് കണ്ടു നിന്ന റുക്യാത്ത പറഞ്ഞു, ഇതുപോലുള്ള സമയത്താണ് ഒരു ഉമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത്. സമീറ, അനക്ക് കിട്ടിയ ഭാഗ്യമാണ് ഐഷുമ്മ. പടച്ച റബ്ബിനെ സ്തുതിച്ചോ. ഇതുപോലൊരു ഉമ്മാനെ കിട്ടണമെങ്കിലേ നമ്മൾ പുണ്യം ചെയ്യണം. അനക്കൊക്കെ ഭാഗ്യത്തെ പെട്ടക്കിന് ഇടിച്ചക്ക. ഏത് നേരത്താണ് എനിക്ക് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയത്. ഏതായാലും നോക്കാം എന്തോരം നല്ലൊരു ഉമ്മാനെ എനിക്ക് കിട്ടിയത്. എന്നാൽ ഐഷുമ്മ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, പൊന്നാരൻ്റെ റുക്കിയ, ഇത് എൻ്റെ മോളാണ്. നാളെ ഇവള് തന്നെയാവും ഈ 2 മക്കളുടെയും ശക്തി. അതെ, എൻ്റെ മോളാണ്. എൻ്റെ മോളെപ്പോലെ തന്നെ ഞാൻ അവളെ നോക്കണത്. സമീറ പതുക്കെ ഭക്ഷണം കഴിച്ചു. ഉമ്മ ഞാൻ കഴിച്ചു. ഇത് തൊള്ളാണ്ട് കാട്ടിക്ക. ഐഷുമ്മ അതാ നല്ലോണം പോഷകസമൃദ്ധമായ ആ ഭക്ഷണം അവളുടെ വായിലേക്ക് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സമീറയുടെ കണ്ണുകൾ നിറയുകയാണ്. അതിനിടയിൽ ഒരു കുഞ്ഞ് കരയാൻ തുടങ്ങി. റുക്യാത്ത അവനെ സ്നേഹത്തോടെ എടുത്ത് ഇല്ലല്ലോ ഇല്ലല്ലാ എവിടെ എന്താ ചെയ്തി കരയണ്ടേ. അമ്മച്ചി ഭക്ഷണം കഴിക്കട്ടെ. അമ്മച്ചി ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾക്ക് പാലുണ്ടാവുള്ളൂ. സ്നേഹത്തോടെ അതാ എടുത്ത് സമീറയുടെ മടിയിൽ കൊടുത്തു. മോളെ, കുഞ്ഞിനെ വിശന്നിക്കണതുകൊണ്ട് കുറച്ച് പാലെടുത്താണ്. സമീറ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. മറ്റേ കുഞ്ഞ് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ആ രംഗം കണ്ടപ്പോൾ ആയിഷയുടെ മനസ്സ് നിറഞ്ഞു. അൽഹംദുലില്ലാ, അവർ അത് അറിയാതെ പറഞ്ഞു. അതേസമയം പുറത്തു നിന്ന് പതുക്കെ ഒരാൾ വാതിലിനരികിലേക്ക് വന്നു. പതുക്കെ ഒന്ന് ചുമച്ചു. അത് ഉസ്താദായിരുന്നു. കാരണം പറയാൻ പെട്ടെന്ന് റൂമിലേക്ക് ഇനി ഭാര്യയായാലും കയറി വരുന്നത് ശരിയല്ലല്ലോ. അവിടെ ഉമ്മയും റുക്യാത്തയ്ക്കും ഉണ്ടേനും. പ്രസവം സുരക്ഷിതമായി കഴിഞ്ഞു എന്ന വാർത്ത കേട്ടെങ്കിലും അകത്ത് കയറുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു നിമിഷം നിന്നു. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. കൈകൾ ഉയർത്തി അദ്ദേഹം ദുആ ചെയ്തു. യാ അല്ലാ, ഈ 2 കുഞ്ഞുങ്ങളെയും സ്വാലിഹായ മക്കളാക്കണമേ. അവരുടെ ജീവിതം ഖുർആന്റെ വെളിച്ചത്തിൽ നയിക്കണമേ. അതിനുശേഷം അദ്ദേഹം പതുക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് മോനെ അങ്ങോട്ട് പോരെ, ഐഷുമ്മ വിളിച്ചു. മുറിക്കുള്ളിൽ കടന്ന നിമിഷം അദ്ദേഹം വല്ലാതെ സന്തോഷത്തിലായി.
സമീറ കട്ടിലിരുന്ന് ഒരു കുഞ്ഞിന് പാൽ കൊടുക്കുന്നു. കുഞ്ഞ് നെഞ്ചോട് ചേർത്ത് അതാ ശാന്തമായി പാല് കുടിക്കുന്നു. അരികിൽ ചെറിയൊരു തുണിയിൽ പൊതിഞ്ഞ് മറ്റേ കുഞ്ഞ് ഉറങ്ങുന്നുമുണ്ട്. ആ കാഴ്ച കണ്ടപ്പോൾ ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ അതിലേറെ സന്തോഷകരമായ കാര്യം ഐഷും അവൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന ആ ഒരു ചിത്രമാണ് നമ്മുടെ ഉസ്താദ് കണ്ടത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, അവൾക്ക് ഉമ്മയില്ല, എനിക്ക് ഉമ്മയില്ല. റഹ്മാനെ, നീയായിട്ടാണ് ഇങ്ങനെ ഒരു ഉമ്മയെ ഞങ്ങൾക്ക് തന്നത്. ഐഷുമ്മ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോൾ ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു. സമീർ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ വർഷങ്ങളുടെ കാത്തിരിപ്പും ദുആകളും കണ്ണീരും പ്രതീക്ഷയും എല്ലാം ഉണ്ടായിരുന്നു. ഉസ്താദ് പതുക്കെ മുന്നോട്ട് വന്നു. അദ്ദേഹം സമീറയുടെ നെറ്റിയിൽ സ്നേഹത്തോടെ കൈവച്ചു. സമി, അൽഹംദുലില്ലാ, അള്ളാഹു നിനക്ക് വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. സമീറയുടെ ശബ്ദം വിറച്ചു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കരുണയാണ്. ഉസ്താദ് കട്ടിലിൻ്റെ അരികിലിരുന്നു. ആദ്യം ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കി. ചെറിയ കൈകൾ, ചെറിയ വിരലുകൾ, അടഞ്ഞ കണ്ണുകൾ. അദ്ദേഹം പതുക്കെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. പിന്നീട് മറ്റേ കുഞ്ഞിനെയും എടുത്ത് നെഞ്ചോട് ചേർത്തു. ആ ചെറിയ ഹൃദയമിടിപ്പ് തൻ്റെ നെഞ്ചിൽ അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ കുഞ്ഞിൻ്റെ പുതപ്പിലേക്ക് വീണു. ആയിഷുമ്മ അത് കണ്ടു. എന്തിനാ മോനെ കരയുന്നത്? എന്തിനെൻ്റെ കുട്ടി കരയുന്നത്? ഞമ്മക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലത്. ശരിക്കും ആയിഷും അത് പറയുമ്പോൾ ഉസ്താദ് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, ഉമ്മ, ഇത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ല ഉമ്മ, അള്ളാഹുവിനോടുള്ള നന്ദിയുടെ കണ്ണീരാണ്. മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. റുക്യാത്ത നിശബ്ദമായി പറഞ്ഞു, എത്ര പ്രസവങ്ങൾ ഞാൻ കണ്ടക്കണേ, പക്ഷെ ഓരോ തവണയും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അത്ഭുതം പുതുതായി കാണുന്ന പോലെ തോന്നും. ആയിഷുമ്മ കൈകൾ ഉയർത്തി. യാ റബ്ബേ, ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം നിലനിർത്തണേ അല്ലാ. ഈ 2 മക്കളെയും നന്മയുടെ വഴിയിൽ വളർത്തണമേ. ആമീൻ, ഉസ്താദ് പതുക്കെ പറഞ്ഞു. സമീറ 2 കുഞ്ഞുങ്ങളെയും നോക്കി. അവളുടെ ഹൃദയത്തിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു. ഒരിക്കൽ നിനക്ക് മക്കളില്ല, നീ മച്ചിയാണെന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചവർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ റബ്ബ് എനിക്ക് ഒരാളെയല്ല 2 അനുഗ്രഹങ്ങളെയാണ് ഒരുമിച്ച് നൽകിയത്. അൽഹംദുലില്ലാ. ആ രാത്രിയിൽ ആ വീട്ടിലെ ചുവരുകൾ പോലും സന്തോഷത്തിൻ്റെ നിശബ്ദത കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം അതാ ജമീലത്താത്ത അവരുടെ വീട്ടിലെത്തി. എൻ്റെ റബ്ബേ, എന്നാലും അപ്പോഴേക്കും അതാ മകൻ റഷീദ് ഭക്ഷണം കഴിക്കുവാൻ എത്തിയിരുന്നു. ഉമ്മ, ചോറുൾപ്പിക്കോളി. ആ മോനെ, ഇജ്ജ് അറിഞ്ഞോ? എന്ത്? അല്ലേ, പുത്തൻവീട് തറവാട്ടിൽ ആ നാൾ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു ആ സമീറ? എനിക്കിപ്പോൾ അറിയില്ല, എൻ്റെ നാത്തൂനെ, എൻ്റെ ആങ്ങളുടെ പെണ്ണുങ്ങളെ ആദ്യത്തെ സമീറ, എനിക്കറിയില്ല. ഓള് പ്രസവിച്ചല്ലോ. ആണോ? മാഷാ അല്ലാ. ഇരട്ട കുട്ടികളടാ, 2 ആൺകുട്ടികൾ. ഞാൻ കണ്ടിട്ടില്ല, അവളെ മുലകൊടുക്കുക എന്തൊക്കെ ഒച്ചപ്പാടൊക്കെ കാണാം. അപ്പോൾ ഇന്നാണ് പെറ്റത്. അപ്പോൾ അത് നന്നായി എന്തായാലും. എന്തായിരുന്നു പെങ്ങന്മാരുടെയൊക്കെ ഓരോ കുശുമ്പ്, മച്ചിയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് ഈ ന്യൂസ് വേഗം എത്തിച്ചു കൊടുക്കണം, അതാ വേണ്ടത്, വേറൊന്നുമല്ല. ഇപ്പോഴെ റായിൽ അഞ്ചത്തി കുറേയൊക്കെ നന്നയിക്കണേ, മറ്റോളെ പോലല്ല. മറ്റോളാണ് പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഇതായി നിൽക്കണത്. ഉമ്മ, എന്തായാലും വേണ്ടിയില്ല, വിളിച്ച് പറയണം. നിങ്ങളെന്നെ വിളിച്ച് പറയും. എന്നിട്ട് ഓൾക്ക് ഇങ്ങോട്ട് അസൂയ മൂക്കലായിരിക്കും, ഉറപ്പാണ്. എന്തായിരുന്നു ആ പെണ്ണിനെ തല്ലാനും കൊല്ലാനും നടക്കലും ഇറക്കി വിടലും. ഏതായാലും ഉമ്മ, അവൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞമ്മായി. ഉമ്മ, പിന്നെ ഉസ്താദിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഉസ്താദ് എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾക്കൊക്കെ എവിടെ നിന്ന് കണ്ടാലും നമ്മളെ പേര് വിളിച്ച് സംസാരിച്ച് അങ്ങനെ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി പള്ളി പോകാൻ തോന്നും. അങ്ങനത്തെ അത് ഉസ്താദാണ്. പിന്നെ അതിൻ്റെ പ്രഭാഷണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമല്ലേ? എൻ്റെ പൊന്നെ, പ്രഭാഷണം എന്ന് വെച്ചാൽ വല്ലാത്ത പ്രഭാഷണം തന്നെയാണ്. കേട്ടാൽ നമുക്ക് ഇങ്ങോട്ട് ചങ്കിടിപ്പ് കൂടും, ആ രീതിയിലുള്ള. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നന്നായും ചെയ്തു കേട്ടോ. ഒരുപാട് ആളുകൾ നന്നായും ചെയ്തു. എന്തായാലും ആ പെണ്ണിന് കിട്ടിയൊരു ഭാഗ്യം നോക്കി ഉമ്മ. കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ഉസ്താദ്മാരെ കിട്ടണം. എത്ര നല്ല ഭാഗ്യവതിയാണ്, എത്ര ക്യാഷാണ്. പക്ഷെ ഉസ്താദ് ക്യാഷൊന്നും എടുക്കണില്ല എന്നാണ് പറഞ്ഞത്. ആ കിട്ടണ എത്ര ജനങ്ങൾ, എത്ര നോട്ടുകളാണ് ഇടുന്നത്. ആ ക്യാഷൊക്കെ അദ്ദേഹം ചെയ്യുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട്,
പാവപ്പെട്ട പള്ളിക്ക് മദ്രസക്ക് എത്തിയും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഇതൊരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജീവിതം കഴിയാനുള്ളത് അൽഹംദുലില്ലാ, എനിക്കെൻ്റെ പള്ളിയുടെ ജോലിയിൽ നിന്നും ബാങ്ക് കൊടുക്കല്ല എന്നൊക്കെ കിട്ടും എനിക്ക്. പക്ഷേ ഈ ഒരു പ്രസംഗത്തിൻ്റെ ഇത് നമ്മളെക്കാൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഒത്തിരി പാവങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഉസ്താദുമാർ. എൻ്റെ ഫീൽഡിൽ തന്നെ ഉള്ളൊരു ഇഷ്ടം പോലെയുണ്ട്. കാരണം ഒരാളോട് ചോദിക്കാൻ മടിച്ചിട്ട് കടം ചോദിക്കൂല, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടൂല, പിന്നെ ഒരിക്കൽ പോലും അവരുടെ സാമ്പത്തിക ശേഷി കുറഞ്ഞ കാര്യം അത് പറയൂല. ഉമ്മ, എനിക്ക് ഞാൻ ഒരു വാർത്ത കേട്ടുമ്മ. എന്താ മോനെ? ഒന്നുമല്ലമ്മ, ഒരു ഉസ്താദേ മദ്രസാധ്യാപകനാണ്, പാവപ്പെട്ടതാണ്, കുറഞ്ഞ സാലറി ജോലി ചെയ്യുന്ന ഉസ്താദുമാരല്ലേ, പക്ഷേ വീട്ടിൽ പട്ടിണിയും പ്രാരാബ്ദങ്ങളും ആണ്. ലോൺ എടുത്തിരുന്നത്രേ, ലോൺ എടുത്തിട്ട് അത് അടക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രക്കും നമ്മുടെ ഈ ഖുർആനിൽ പറയുന്നുണ്ട് ഈ പലിശ ഹറാമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വെറുതെ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ അതുകൊണ്ട് ഇടങ്ങാറാകുന്നുണ്ട്. ലോൺ എടുക്കും, പിന്നെ വീട്ടാൻ കഴിയാതെ വെറും പലിശ മാത്രം അടച്ചു കഴിഞ്ഞു. അങ്ങനെ എന്തായി, വീണ്ടും വീണ്ടും കടായി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് വന്നു. ഒന്നിനും കഴിയാത്ത അവസ്ഥ. ഉമ്മ, ഇത് ഞാനൊരിക്കലും കളവ് പറയില്ല, ഇന്നലെ ന്യൂസിൽ കണ്ടതാണ് ഉമ്മ. ആ ഒരു ഉസ്താദ് മക്കളും ഭാര്യയും ഉമ്മയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, സഹോദരങ്ങളുണ്ട്. എന്താ ചെയ്യുക, അങ്ങനെ ഓരോരുത്തർക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഉമ്മ ഞങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കണം. ഇപ്പം നമ്മൾ ഉസ്താദ് അങ്ങനെയാണ്, പാവപ്പെട്ട ഉസ്താദുമാർക്ക് തന്നെ ഒരുപാട് അദ്ദേഹം പൈസ കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് അവർ പുറത്ത് അവർ നല്ല രീതിയിലേക്കും ജീവിക്കുക, പക്ഷേ അവരുടെ ഉള്ളിൽ എത്രമാത്രം പ്രയാസത്തിലാണെന്ന് അവർക്ക് അറിയില്ല. മോൻ എന്താ പറയണത്? അതെ ഉമ്മ, അവർ അള്ളാഹുവിലേക്ക് യാത്രയായി. എങ്ങനെ മോനെ? ഉമ്മ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തതാണെന്ന് തോന്നുന്നു. അതായത് ആത്മഹത്യ. ആ ഉസ്താദൊക്കെ, ഏതെങ്കിലും ഉസ്താദന്മാർ ആത്മഹത്യ ചെയ്യണ കേട്ടിക്കണോ? അത്രക്കും കടത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയം എല്ലാ വാതിലുകളും അടഞ്ഞു. ഉമ്മ കണ്ടില്ലേ 2 ദിവസം മുമ്പ്? ഉമ്മ, നിങ്ങൾ കണ്ടതല്ലേ? അതെ. എന്താ മോനെ? അല്ലേ, 2 കുട്ടികളെയും കൈപ്പിടിച്ചുകൊണ്ട് ഒരു ഉമ്മയും ഉപ്പയും പോകുന്ന കാഴ്ച. കുട്ടികൾ ചാടി ഓടിക്കളിച്ചാണ് പോകുന്നത്. 7 വയസ്സും 3 വയസ്സുള്ള കുട്ടികൾ. അവർക്കൊരിക്കലും അറിയുന്നില്ല. ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്ന് വാടക വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിട്ടു. എന്നിട്ട് ആ കുട്ടികൾ എടുത്താദ്യം പുഴയിലേക്ക് എറിഞ്ഞു, പിന്നെ ഉമ്മയും ഉപ്പയും അവർ ചാടി. 4 ജീവനുകൾ. പാവം, അവർക്കറിയില്ലല്ലോ മക്കൾക്കല്ലേ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുക എന്നുള്ളത്. അവർ ആ CCTV ദൃശ്യങ്ങളൊക്കെ ഉമ്മ കണ്ടതല്ലേ, എത്രയോ ഇതിലുണ്ട് ഉമ്മ. അതുപോലുള്ള അങ്ങനെ കടത്തോൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഉമ്മ. പക്ഷെ അവർ പുറത്ത് പറയില്ല, അവർക്ക് മടിയാണ്. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുന്ന നാണക്കേടാണ്. അങ്ങനെയുള്ള ആളുകളെ ഈ ഉസ്താദ് കണ്ടുപിടിച്ച് സഹായിക്കുന്നുണ്ട്. മോനെ, അങ്ങനെയുള്ളവരൊക്കെ ഉമ്മ. കാരണം അത്രക്കും ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇത് 2ാമത്തെ ന്യൂസ്. ഇപ്പോൾ ഒരു ഉസ്താദ് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെ ഉണ്ട്. അത്രക്കും ജീവിക്കാനൊരു വഴിയില്ല. ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ ഈ ഉസ്താദിന് കിട്ടുന്ന വെറും ഒരു 5000 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാ? അങ്ങനെ കടത്തിൽ കുടുങ്ങി ഇടങ്ങാറായ ഉസ്താദ് അങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ് പഠിച്ച റബ്ബ് പുറത്ത് കൊടുക്കട്ടെ. ഉമ്മ, ഈ ഉസ്താദ് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് കൊടുക്കും ശരിക്കും ഉമ്മ. അതുകൊണ്ട് ഉമ്മ, ആ ഉസ്താദിന് സമ്പാദിക്കണമെങ്കിൽ എത്രയും സമ്പാദിക്കാം. വലിയ 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 മാളിക വീടുകൾ, ബിസിനസ്സുകൾ ഇഷ്ടം പോലെ തുടങ്ങാം, വലിയ വീടുണ്ടാക്കാം. പക്ഷേ അദ്ദേഹത്തിന് എത്ര ക്യാഷ് കിട്ടുന്നുണ്ടാവും? ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ടാവും. ആ ഒരു ക്യാഷിൽ നിന്നൊന്നും അദ്ദേഹം തൊടുന്നില്ല. പകരമായിട്ട് ഈ പാവങ്ങളെ കണ്ടുപിടിച്ച് രഹസ്യമായി, അതൊരിക്കലും പരസ്യമായിട്ടല്ല, രഹസ്യമായ ആളുകളിലേക്ക് പൈസ എത്തിച്ചു കൊടുക്കും, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അങ്ങനെ ഒരിക്കൽ പോലും എല്ലാവരും കാണാൻ വേണ്ടിയിട്ടല്ലോ ഉമ്മ. അത്രക്കും നല്ലൊരു ഉസ്താദാണ് ഈ ഉസ്താദ് എന്നാ പറഞ്ഞു വന്നത് അല്ലേ. സമീറാക്ക് ഇങ്ങനെ ഒരു ഉസ്താദിനെ കിട്ടിയതേ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ആ കള്ളുകുടിയൻ നാസറിൽ നിന്ന് രക്ഷപ്പെട്ടതും അവളെ അടിച്ച് പുറത്താക്കിയതും എന്തൊക്കെയായിരുന്നില്ലേ, എത്ര ഉപദ്രവിച്ചിരുന്നു. എന്നാലും അൽഹംദുലില്ലാ അവൾ എത്തിയത് ഹൈറായ വഴിയിലാണ്. ക്ഷമയുടെ പര്യായമായിരുന്നു ആ പെണ്ണ് അല്ലുമ്മ. എനിക്കറിയാം. പിന്നെ അവരാ റാഹിലയും ഷെറീനയൊക്കെ ഭയങ്കര സാധനങ്ങളായിരുന്നു മോനെ. ഓലൊക്കെ ഇപ്പോൾ കുറേ നന്നയിക്കണ്.
അല്ല ഉമ്മ, ശരിയായിരിക്കാം, പക്ഷെ ഇപ്പം കിട്ടിയ ഭർത്താവ് സോലിഹ ഒരു ഭർത്താവാണ്, മാത്രമല്ല നല്ല ദാനധർമ്മം ചെയ്യുന്ന ആളുമാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളുമാണ്. അതിൻ്റെ അനുഗ്രഹമാണ് പടച്ച റബ്ബ് അദ്ദേഹത്തിന് കൊടുത്തത്. മോനെ, എടാ അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്, എന്നാലും ആ കുട്ടിൻ്റെ ഒരു ഭാഗ്യല്ലേ. സമീറയെ കുറിച്ച് അതാ റഷീദ് പറഞ്ഞപ്പോൾ ശരിക്കും അതാ ജമീലത്താത്ത അത്ഭുതപ്പെടുകയായിരുന്നു. എല്ലാ ആ പെണ്ണ് എത്രേ പണിയെടുത്ത് ഇടങ്ങാറായി, തിന്നാനും കുടിച്ചാനും ഇല്ലാതെ നോക്കി നടന്നതേന് എല്ലാവരും. പാവ തൊടുത്ത പണിയെടുക്കണം, പരീത്തെ പണിയെടുക്കണം, അതൊക്കെ എടുത്ത് ഇടങ്ങാറായി അങ്ങനെ എടുപ്പിച്ചീനും. ഇപ്പം എന്തായി, ഒരു ഉസ്താദിൻ്റെ കയ്യിലെത്തിയപ്പോൾ ഓളൊരു പുതിയ നയിക്കണ്. മോനെ, ഇജ്ജ് കേട്ടിക്കണോ, ഉസ്താദ്മാരെ പെണ്ണുങ്ങൾക്കേ മൈലാഞ്ചിട്ട് അവിടെ ഇരുന്നാൽ മതിയെന്ന്. അങ്ങനെ ആയിക്കഴിഞ്ഞാലേ അതന്നെ ഓല് വില കൊണ്ട് ഇടങ്ങാറാക്കൂല, പണിയെടുപ്പിക്കൂല കൂടുതലായിട്ട്. ഓല് കാരണം ദീനുള്ളവരാണ്. ദീനുള്ളവരാകുമ്പോൾ നല്ല മട്ടത്തിൽ തന്നെ പുതിയ പെണ്ണുങ്ങളെ നോക്കും. നല്ലൊരു ഭാഗ്യം കിട്ടിയിരിക്കണം സെമീറാക്ക്. പഠിച്ച റബ്ബ് എല്ലാവർക്കും അങ്ങനത്തെ സോലിഹായ ഹയറായ ഭർത്താക്കന്മാരെ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാലേ ഇജ്ജൊന്ന് വിളിച്ചോക്കാ, ഷെറീനാക്കൊന്ന് വിളിച്ചോക്ക്. അപ്പോൾ തന്നെ റഷീദ് അതാ ഫോൺ എടുക്കുന്നു. ശരിക്കും ഷെറീനെ വിളിച്ച് ഒന്ന് ചൂടാക്കണം. അതെ, അവർ മച്ചിയെന്ന് എഴുതി തള്ളിയ അവരുടെ നാത്തൂൻ ഇപ്പോൾ ഉസ്താദ് കല്യാണം കഴിച്ച് 2 ഇരട്ട കുട്ടികളെ പ്രസവിച്ചിരിക്കുന്നു. അതും വീട്ടിൽ നിന്ന് സുഖപ്രസവം, 2 ആൺകുട്ടികളെ. മാഷാ അല്ലാ. അപ്പോൾ തന്നെ റഷീദ് അതാ ഫോൺ വിളിക്കുന്നു. ഷെറീന അതാ ഫോണിൻ്റെ ബെല്ലടി കേട്ട് ഹലോ, ആ മനസ്സിലായോ? മനസ്സിലാകാതിരിക്കും പിന്നെ. എന്നാ കേട്ടോ, എൻ്റെ നാത്തൂൻ പറ്റിക്കണ്, 2 ഇരട്ട കുട്ടികളാണ്. ആരായിരിക്കും ഒന്ന് ഓർത്തു നോക്ക്. ശരിക്കും ഷെറീന ഞെട്ടിത്തരിക്കുകയായിരുന്നു. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കൈകാലുകൾ തളരുന്ന പോലെ. അതെ, ഞങ്ങൾ മച്ചിയെന്നും പലതെന്നും പറഞ്ഞ് വിളിച്ച് ചീത്ത പറഞ്ഞ് ആ പെണ്ണ് പ്രസവിക്കേ? അതെങ്ങനെ? ശരിക്കും അവളുടെ ആ ഒരു ഞെട്ടൽ കേട്ട് റാഹില അടുത്തേക്ക് വന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.